ഇസ്ലാമിക കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാണ്. ഡിസംബർ എന്നും തണുപ്പിലാണ്, ഏപ്രിൽ മെയ് എന്നും ചൂടിലാണ്, ജൂൺ മുതൽ മഴയാണ്. അതുപോലെ ചിങ്ങം കന്നി തുടങ്ങിയ മാസങ്ങൾ വരുമ്പോൾ ആ വസന്തവും വേനലും ഗ്രീഷ്മവും മഴയുമൊക്കെ എല്ലാ കാലത്തും ഒരുപോലെയാണ്. ഇസ്ലാമിക കലണ്ടർ അങ്ങനെയല്ല. ഈ കാലാവസ്ഥകളെല്ലാം മാറി മാറി ഓരോ മാസവും വരും. എന്തൊരു ചൂടായിരുന്നു റമദാനിൽ, പിന്നെ എന്തൊരു തണുപ്പായി മാറി, എന്തൊരു മഴയായി മാറി. അങ്ങനെ നോമ്പും പെരുന്നാളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറി മാറി വരികയാണ്. ഒന്ന്. രണ്ട്, ശാസ്ത്രവുമായി ബന്ധം നമുക്കാണ്. കാരണം മാസം കാണണം. ഇപ്പോൾ ചന്ദ്രനെ നോക്കണം. ചന്ദ്രനെ നോക്കുന്നത് 28-ാം തീയതി 28-ാം തീയതി കഴിഞ്ഞ് 29-ന് മഗ്‌രിബിന് ശേഷമാണ്. അപ്പോൾ ഒന്നെന്നാ അതറിയണം, അപ്പോഴാണ് 29 ഉണ്ടാകുക. അപ്പോൾ ഓരോ അറബി മാസവും 29-ാം തീയതി മഗ്‌രിബിന് ശേഷം ചന്ദ്രനെ കാണണം. അപ്പം മഗ്‌രിബിന് ശേഷം ചന്ദ്രൻ അവിടെ ഉണ്ടോ ഇല്ലേ എന്നറിയണം. ഇല്ലെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല. ഉണ്ടെങ്കിൽ കാണണം, കണ്ടില്ലെങ്കിൽ 30 തികക്കണം. ഇതൊക്കെ കണക്കാണ്, ഇതൊക്കെ ശാസ്ത്രമാണ്. മറ്റുള്ളവർക്ക് മിക്കവാറും നിങ്ങൾക്കറിയാം, കലണ്ടർ മറിച്ചാൽ മതി. 28 ഫെബ്രുവരി 29 ഫെബ്രുവരി എന്താ സംഭവം? എന്താ 28, എന്താ 29? അപ്പൊ അത് ഒരു അഡ്ജസ്റ്റ്മെന്റാണ്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും, ചന്ദ്രൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു, നക്ഷത്രങ്ങൾ കണ്ണുചിമ്മി തുറക്കുന്നതുമൊക്കെ പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹത്തായ അനുഗ്രഹമാണ്, അവന്റെ ശക്തിയാണ്. ആവർത്തിച്ച് 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 നമ്മൾ ഓതുകയാണ് സൂറത്തുർ റഹ്മാൻ, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ. നിങ്ങൾ എന്തിനെയാണ് നിഷേധിക്കുന്നത്? അള്ളാഹുവിന്റെ ഏത് അടയാളങ്ങളെയാണ്, ദൃഷ്ടാന്തങ്ങളെയാണ്, അനുഗ്രഹങ്ങളെയാണ് മനുഷ്യവംശമേ ജിന്നുവംശമേ നിങ്ങൾ നിഷേധിക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെയാണ് നിഷേധിക്കുന്നത്, എന്തിനെയാണ് തള്ളിക്കളയുന്നത്? ഓരോന്നും അടയാളമാണ്. ഉറുമ്പിന്റെ വർഗത്തിൽ ശസ്ത്രക്രിയ നടക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്ര ചെറിയ ഒരു ജീവി, ആ ജീവി വർഗത്തിൽ സർജറി നടക്കുന്നു. നമ്മളെവിടെയാണ്? നമുക്ക് എന്ത് അസുഖം വന്നാലും നമ്മൾ അവിടെ പോയി കിടക്കണം. ഇത് അവർ തന്നെ കൈകാര്യം ചെയ്യാം. ഓരോന്നും നമ്മുടെ രോമകൂപങ്ങൾ, നമ്മുടെ മുടി മുതൽ അടിവരെയുള്ള എല്ലാ വസ്തുക്കളും, എല്ലാ അവയവങ്ങളും ഉപകരണങ്ങളും എല്ലാം വളരെ വളരെ വിശാലമായ കോടിക്കണക്കിന് സംവിധാനങ്ങളാണ്. ഇതെല്ലാം ഓരോരുത്തരുടെയും അനക്കവും അടക്കവും നടത്തവും ഇരുത്തവും ഉറക്കവും ഉണർച്ചയും എല്ലാം വേർതിരിച്ച് അറിയുന്നവനും നിയന്ത്രിക്കുന്നവനുമാണ് റബ്ബുൽ ഇസ്സത്ത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര പറഞ്ഞാലും തീരുകയില്ല, എത്ര ഉൾക്കൊണ്ടാലും ഇനിയും ഇനിയും ബാക്കിയാണ്. ഇന്ന് നമ്മൾ ഓതി സൂറത്തുൽ ഗഫിലെ അവസാനത്തെ ആയത്തിന്റെ തൊട്ടുമുള്ള ആയത്ത് 110, 109 എന്താ? ലൗകാനൽ ബഹ്റു മിദാദൻ ലികലിമാതിഹി. അല്ലാഹുവിന്റെ വചനങ്ങളുടെ മഷിയായി ഈ 7 കടലും വന്നാലും മാ നഫിദത് എഴുതിത്തീരുകയില്ല. വലൗ ജിഅ്നാ ലിമിസ്ലിഹി മദദ. ഇനിയും 7 കടലും കൂടി എഴുതിയാലും, 7 കടലിലെ വെള്ളം മുഴുവൻ കോടിക്കണക്കിന് ഗ്യാലൻ എഴുതിയാലും അള്ളാഹുവിന്റെ കെലിമത്ത് തീരാൻ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ അള്ളാഹുവിന്റെ അടിമകളാണ് നമ്മൾ. അപ്പോ ഈ സൂര്യന്റെ ചന്ദ്രന്റെ കറക്കമനുസരിച്ച് രാവും പകലും, ചൂടും തണുപ്പും, മഞ്ഞും മഴയും വെയിലും ഉണ്ടാകുന്നു, മാറി മാറി വരുന്നു. അങ്ങനെ മാസങ്ങൾ മാറി വരുന്നു.
നമ്മൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്. പക്ഷെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ പിറകെയല്ല പോണത്, ശാസ്ത്രത്തിൻ്റെ മുന്നിലാണ്. കാരണം ശാസ്ത്രകാരന്മാർ അവരുടെ നിഗമനങ്ങൾ, അവരുടെ നിരീക്ഷണങ്ങൾ, അവരുടെ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക മാത്രമാണ്. അന്തിമ വാക്ക് പറയേണ്ടത് ഇസ്ലാമാണ്. അവസാന വാക്ക് പറയേണ്ടത് നമ്മളാണ്. നമ്മളും അതനുസരിച്ചൊക്കെ നന്നാകണം, വളരണം, ഉയരണം, വായിക്കണം, പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളോടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മില്ല എന്ന വായന. ബിസ്മില്ല എന്ന വായന വെറും വായനയല്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച റബ്ബിന്റെ തിരുനാമത്തിൽ വായിക്കുക. അപ്പോ ഒരു കലണ്ടർ, ഹിജറ കലണ്ടർ, അറബി കലണ്ടർ, ഇസ്ലാമിക കലണ്ടർ മറിക്കാനൊരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ എന്താണ്? ടിക് ടിക് ടിക്. ബാപ്പ പറയും ക്ലോക്ക് കൊണ്ടുവരണം ഗൾഫിൽ നിന്ന് വരുമ്പോൾ. എങ്ങനത്തത്? ടിക് ടിക് ശബ്ദമുള്ളത്. അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വാപ്പാക്ക് കിടക്കാനാണ്. ഉണരുമ്പോഴൊക്കെയും ആ ശബ്ദം. സെക്കൻഡ് കഴിഞ്ഞു പോവുകയാണ്, കഴിഞ്ഞു പോവുകയാണ്, കഴിഞ്ഞു പോവുകയാണ്. മരണത്തോടടുക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന ഓർമ്മ. അല്ലാഹുവേ, കലിമ ചൊല്ലി മരിക്കാൻ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. അപ്പോ നമുക്ക് കഴിഞ്ഞുപോയ സെക്കൻഡുകളെ പറ്റി എന്താ പറയാനുള്ളത്? കഴിഞ്ഞ മാസത്തെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ ദുൽഹിജ്ജ മാസം വലയാലിൻ ആഷ്, 10 ദിവസങ്ങൾ എന്ന് നമ്മളോട് പറഞ്ഞു. ആ 10 ദിവസങ്ങൾ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദിവസങ്ങളാണെന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ആ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചു, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു, എന്തൊക്കെ നടപ്പാക്കാൻ സാധിച്ചു. ഓർത്തു നോക്കുക. ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസ്, ഏറ്റവും സുവർണമായ നിമിഷങ്ങൾ, അവസരങ്ങൾ അത് കിട്ടുകയും അള്ളാഹു നേരത്തെ പറഞ്ഞു തരികയും ഖത്തീബുമാർ നമുക്ക് ഓർമ്മപ്പെടുത്തുകയും വാട്സാപ്പിലൂടെ മെസ്സേജുകൾ കിട്ടുകയും ചെയ്തപ്പോ നമ്മുടെ മനസ്സ് എവിടെയാണ് പാറി നടന്നത്? ഇൻഷാ അല്ലാഹ് അവസരങ്ങൾ ഇനിയും എപ്പോഴും വരുമെന്ന് വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവേ, കാത്തുരക്ഷിക്കണേ. അപ്പോ ആ 10 ദിവസങ്ങൾ, പിന്നെ 9ാമത്തെ ദിവസം അറഫ നോമ്പ്, 10ാം ദിവസം പെരുന്നാള്, 11, 12, 13 പെരുന്നാള്. ആ ഇറച്ചി മിക്കവാറും അവസാനിച്ചിട്ടുണ്ടാകും. ചിലപ്പോ ഫ്രിഡ്ജിൽ ഇനിയും ബാക്കിയുണ്ടാകാം. സുന്നത്താണ് കഴിക്കലും കഴിപ്പിക്കലും ഒക്കെ. ഉലഹിയ്യത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളായി. ഒരാള് ഒറ്റക്കാണ് അറുക്കേണ്ടത്. അതിന് കഴിയില്ലെങ്കിൽ 2 ആള്, അതിനും കഴിയില്ലെങ്കിലാണ് 3 ആളെ കൂട്ടല്. നേരെ 7 ചാടലല്ല എന്ന് നമുക്കറിയാം. ചില സമ്പന്നരൊക്കെ കോടിക്കണക്കിന് ഉറുപ്പിക കല്യാണത്തിന് ചെലവാക്കുന്നു, ലക്ഷക്കണക്കിന് സൽക്കാരത്തിന് ചെലവാക്കുന്നു. ഉലഹിയ്യത്തിലോ ഓരോരി. അതല്ല ശരി. ഏതായാലും നമുക്ക് എത്രമാത്രം അത് ചെയ്യാൻ കഴിഞ്ഞു? ഏറ്റവും നല്ല ദിവസങ്ങൾ അറഫ ദിവസം, പെരുന്നാള്, പിന്നെ 1, 2, 3 പെരുന്നാള് കൂടി. അങ്ങനെയുള്ള ഏറ്റവും നല്ല ദിവസങ്ങളാണ് ഈ കഴിഞ്ഞു പോയത്. അങ്ങനെ മുഹറം മുതൽ ദുൽഹിജ്ജ വരെ ഒരുപാട് നല്ല നല്ല ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. 53 വെള്ളിയാഴ്ചകൾ കഴിഞ്ഞുപോയി, 53 തിങ്കളാഴ്ചകൾ കഴിഞ്ഞുപോയി, 53 വ്യാഴാഴ്ചകൾ കഴിഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു. മുസ്ലിമിലെ 1161 ഹദീസ്. എന്താ നബിയെ നിങ്ങൾ നോമ്പെടുക്കുന്നത്? 1162 ഹദീസ്. എന്താ നബിയെ നിങ്ങൾ നോമ്പെടുക്കുന്നത്? അന്ന് ഞാൻ ജനിച്ച ദിവസമാണ്. ആഹാ, ഒരു പുതിയ വാർത്തയാണോ? നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്നത് റബീഉൽ അവ്വൽ 12-നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്നാണല്ലോ. റസൂൽ ജനിച്ചതിനെ പറ്റി എന്താ റസൂൽ പറഞ്ഞത്? അതല്ലേ വാക്ക്, അതാണ് ഏറ്റവും വാക്ക്. അതെന്താ പറഞ്ഞത്? ഞാൻ ജനിച്ച ദിവസമാണെന്ന്. അതെന്നാ? തിങ്കളാഴ്ച. എത്ര തിങ്കളാഴ്ച ഉണ്ട്? 53 തിങ്കളാഴ്ച. അതിലേത് തിങ്കളാഴ്ചയാണ്? എല്ലാ തിങ്കളാഴ്ചയും. ഞാൻ നബിയായ ദിവസമാണ് തിങ്കളാഴ്ച. ഖുർആൻ കിട്ടിയ ദിവസമാണ് തിങ്കളാഴ്ച. സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച.
മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കുക. ഈ തിങ്കളാഴ്ചകൾ 53 തിങ്കളാഴ്ചകൾ കടന്നു പോകുമ്പോൾ ഞായറാഴ്ച നമ്മൾ എന്താണ് ആലോചിച്ചത്? അത്താഴം കഴിക്കണം. ബുധനാഴ്ച എന്താ ആലോചിച്ചത്? അത്താഴം കഴിക്കണം. 36 അയ്യാമുൽ ബീലുകൾ കഴിഞ്ഞുപോയി. 13, 36, 13, 14, 15, 12-ാം തീയതി. ഓരോ അറബി മാസവും 12-ാം തീയതി വൈകുന്നേരമാകുമ്പോൾ എന്താണ് വീട്ടുകാർ ആലോചിക്കുന്നത്? എല്ലാവർക്കും നോമ്പെടുക്കണം, അത്താഴം കഴിക്കണം. ശരി, ചെറിയ പെരുന്നാൾ കഴിഞ്ഞു പോയി. ഫിത്ർ സക്കാത്ത് എല്ലാ വീടുകളിലും എത്തിച്ചു. പെരുന്നാളിന്റെ തക്ബീറുകൾ മുടങ്ങി ഇസ്ലാമിന്റെ രീതിയിൽ പെരുന്നാൾ ആഘോഷിച്ചു. അങ്ങനെ ഏറ്റവും നല്ല 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 ദിവസങ്ങൾ ആണ് എല്ലാ കൊല്ലവും. ഈ കഴിഞ്ഞ വർഷം വേദനയുടെ, വിഷമത്തിന്റെ, സങ്കടത്തിന്റെ കൂടി വർഷങ്ങളായിരുന്നു. കുറെ കാലമായി മുസ്ലിം സമുദായം സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട്. ഫലസ്തീൻ, അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള ഒരുപാട് കാര്യങ്ങൾ. ആ സങ്കടം എന്നത് പത്രത്തിൽ എഴുതാനുള്ളതല്ല, വീഡിയോക്കോലായിൽ സംസാരിച്ചിരിക്കാനല്ല, ആരെയെങ്കിലും കുറ്റം പറയാനുള്ളതല്ല. പിന്നെയോ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളതാണ്, നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. മുസ്ലിമിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അരുളി, അമലുകൾ കൊണ്ട് പ്രശ്നങ്ങളെ മറികടക്കണം. സങ്കടങ്ങളെ, കുഴപ്പങ്ങളെ, പ്രശ്നങ്ങളെ ഇബാദത്ത് വർദ്ധിപ്പിച്ചിട്ട് മറികടക്കണം, ഓവർടേക്ക് ചെയ്യണം. താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ചിലര്. എന്താ ചെയ്യാ? മോളെ തലാക്കായി, മകന്റെ കാല് മുറിഞ്ഞ്, പെങ്ങള് അസുഖത്തിലായി, ബാപ്പ മരിച്ച്, ഓരോ വിഷമങ്ങൾ ഉണ്ടാകുമ്പോ താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് സമുദായത്തിലെ പലരും. നമ്മൾ അങ്ങനെയല്ല, ആകരുത്. റസൂലുള്ളാഹി അരുളി, ബാദിറു ബിൽ അഅമാലി ഫിത്നൻ, എല്ലാ പ്രശ്നങ്ങളെയും ഇബാദത്ത് കൊണ്ട് മറികടക്കണം. അപ്പോ പ്രശ്നം മാറുവോ? തലവേദന മാറുവോ? ക്യാൻസർ മാറുവോ? മാറാതിരിക്കാം. തലാക്ക് ചൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് വീണ്ടും കല്യാണമുണ്ടാകാം. മരിച്ച ഭർത്താവ്, മരിച്ച സ്ത്രീക്ക് 4 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ കല്യാണം ഉണ്ടാക്കണം. അതൊക്കെ നടക്കും. നടന്നില്ല എന്ന് വരാം. പക്ഷേ ഇബാദത്ത് മുടങ്ങരുത്. അല്ല, നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നാല് അന്ന് ളുഹറിന് പള്ളിയിൽ ആള് കുറയോ കൂടുവോ? കുറേ ആൾക്കാർ വരുന്നു. അപ്പൊ എല്ലാവരും പള്ളിയിൽ ഉണ്ടാകുകയല്ല ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെയാണോ? അവിടെ അങ്ങനെ ചാരിയിരിക്കുന്നു മറ്റേ ആൾക്കാര്, ഇവര് സ്ത്രീകള്. അവര് കറക്റ്റ് ബാങ്ക് കൊടുക്കുന്ന കേൾക്കുമ്പോ, എന്നാ ബാങ്കാ കൊടുക്കണം, ഞങ്ങളെയാ വിളിക്കണത്, പള്ളിയിൽ പോവുക എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ലേ? അപ്പൊ മരണമായാലും ജനനമായാലും സൽക്കർമ്മങ്ങള് വർദ്ധിക്കണം. സൽക്കാരമായാലും കല്യാണമായാലും മറ്റെന്തെങ്കിലും നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ശരി, ജമാഅത്ത് മുടങ്ങരുത്. കമ്മിറ്റി മീറ്റിംഗ് ആയാലും ജമാഅത്ത് മുടങ്ങരുത്. വർദ്ധിക്കണം. പ്രശ്നങ്ങളുണ്ട്, സംഘടനകൾ പിളരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് താടിക്ക് കയ്യും കൊടുത്തിരിക്കുകയല്ല. ഞാനില്ല. എന്നൊരാൾ മെസ്സേജ് അയച്ച്, പിളരുന്നതിന് മുമ്പൊക്കെ ഞാൻ ഉഷാറായിട്ട് പ്രവർത്തിച്ച് നിപ്പല്ല. എന്താ വേണ്ടത്? 100 ആളെ ഒരു വാർപ്പിന് വിളിച്ച് 80 ആളെ വന്നുള്ളൂ. താടിക്ക് കൈ കൊടുത്തിരിക്കല അല്ല, 100 ആളെ പണി 80 ആൾ എടുക്കണം. പണി കൂടി, സമയം തീരെല്ലാതായി. ഇതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ എന്ത് വേണം? നമ്മുടെ ഈ വർഷത്തെ ഡിസംബറിലും ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടക്കും അല്ലേ? നമ്മുടെ കലണ്ടറിലെ ഈ ദിവസം, ഈ മാസം, ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, തിരിഞ്ഞു നോക്കുക. സൂറത്തുൽ ഹസ്റിൽ നമ്മൾ എന്താ എപ്പോഴും കേൾക്കുന്നത്? വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താണ് ഓരോരുത്തരും ചെയ്തത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. നാളെ ഏതാണ്? ആ നാളെയല്ല ആൾക്കാർ മരിക്കുന്നത്, ഈ അടുത്ത സെക്കൻഡിലാണ്. നിസ്കരിക്കാൻ കൈകെട്ടാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് സൊല്ലി സ്വലാത്ത മുവദ്ദിഇൻ എന്നാണല്ലോ. വിടവാങ്ങാൻ പോകുന്നവന്റെ നിസ്കാരം. ലോകവുമായി വിടവാങ്ങുകയാണ്, മരിക്കുകയാണ്. അടുത്ത വക്തിന് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇന്ന് അസറിന് നമ്മൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല.
അപ്പൊ എന്ത് ചെയ്യണം? നഞ്ഞ് നിസ്കരിക്കണ്ട, ഏതായാലും കഴിയാനായില്ലേ എന്നാണോ? അല്ല. പിന്നെയോ ഇന്നത്തെ ജുമ ഉഷാറാക്കണം, ഇന്നത്തെ നിസ്കാരം ഉഷാറാക്കണം. ഈ തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ, പള്ളിയിൽ വന്ന് തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ, ഉളുവിന്റെ നിസ്കാരം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, പള്ളിയിലെത്തൂല. അങ്ങനെ പള്ളിയിലെത്താത്തവരുണ്ടല്ലോ. ജമാഅത്ത് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ മുമ്പ് ഇഖാമത്ത് കൊടുക്കുന്നതിന് മരിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോ ഉളുവെടുത്ത 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുമ്പോ നമ്മൾ ഓർക്കുക, പള്ളിയിലെത്തൂല. തഹിയ്യത്ത് നിസ്കരിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇന്ന് ജുമാ കിട്ടിക്കൊള്ളണമെന്നില്ല, ഖുതുബ കേട്ടോളണമെന്നില്ല, ആയിരിക്കുമായിരിക്കാം. അങ്ങനെ ഓരോ നിസ്കാരം ഇദാ ഖുംത ലിസ്സലാ റസൂലുള്ളാഹി അരുളി, നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവസാനത്തെ നിസ്കാരം അപ്പൊ നന്നായിട്ട് ഉഷാറായിട്ട്, കഴിയുമെങ്കിൽ കുറച്ച് നീട്ടി, സുജൂദിലും റുക്കൂലും ഒക്കെ ഉള്ള എല്ലാ ദിക്റും അല്ലേ. അപ്പൊ ഒന്ന് സുബഹിയാവുമ്പോ തന്നെ, അല്ല ഇന്നലെ മഗ്‌രിബാവുമ്പോ തന്നെ സ്വലാത്ത് തുടങ്ങണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ചയാണ്, വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് മുതലാണ്, വ്യാഴാഴ്ചയല്ല, വ്യാഴാഴ്ച വൈകുന്നേരം മുതലാണ്. അപ്പോ ഇന്ന് വൈകുന്നേരം വരെ സ്വലാത്ത് കൂട്ടുക. എപ്പോഴാ മരിക്കുക എന്നറിയില്ല. അപ്പൊ സ്വലാത്തോടുകൂടി, നിസ്കാരത്തോടുകൂടി, എപ്പോഴാ മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് നീട്ടി വളർത്തിയ താടിയോടുകൂടി, നല്ല വസ്ത്രത്തോടുകൂടി, നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വാക്കുകൾ പറഞ്ഞ്, നല്ല പ്രവർത്തികൾ ചെയ്ത്, നല്ല കാര്യങ്ങൾ ചിന്തിച്ച്, ഇൻഷാ അല്ലാഹ് എപ്പോഴാന്നറിയില്ല. അപ്പോ നിസ്കരിക്കാൻ നിൽക്കുമ്പോ രണ്ടാമത്തെ വിഷയം, നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ അല്ലാഹു നമ്മളോട് പ്രതികരിക്കുകയാണ് നമ്മുടെ നിസ്കാരത്തിൽ. എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ അല്ലാഹു പറയുന്നത് എന്താ? എന്റെ അടിമ എന്നെ സ്തുതിച്ചു. അപ്പൊ എന്ത് വേണം? അൽഹംദുലിന്റെ അർത്ഥം അറിയണം. എന്നിട്ടോ സ്തുതി അള്ളാഹ്ക്ക് തന്നെ ആകണം, സ്തുതി അള്ളാഹ്ക്ക് തന്നെ ആകണം. കഷ്ടപ്പെട്ടുകൊണ്ടല്ല, ഇഷ്ടപ്പെട്ടുകൊണ്ട് നിസ്കരിക്കണം. നീട്ടി അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെയല്ല കേട്ടോ, സാവകാശം. അങ്ങനെ ഉഷാറായി നമ്മൾ നിൽക്കുമ്പോ റബ്ബ് റഹ്മാൻ റഹീം എന്ന് പറയുമ്പോ അതിന് മറുപടി, ഓരോ ആയത്തിനും മറുപടി പറയുമ്പോ എന്തെന്നില്ലാത്ത രസത്തിലാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ അവസാനമാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയപ്പോ എന്താ നമ്മൾ പറഞ്ഞത്? മരിക്കാൻ പോകാൻ തന്നെയല്ലേ? ബിസ്മിക റബ്ബി വളഅതു ജംബി വബിക അർഫഉഹു വഇൻ അംസക്ത നഫ്സി. എന്റെ റൂഹിനെ നീ അവിടെ തന്നെ വെക്കുകയാണ്, എനിക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ ഫർഹംഹാ, റബ്ബേ കരുണ ചൊരിയണേ. വഇൻ അർസൽതഹാ, റൂഹിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഫഹ്ഫദ്ഹാ, റബ്ബേ കാത്തോളണേ. ബിമാ തഹ്ഫദു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ നല്ലവരായ അടിമകളെ കാത്ത പോലെ. എങ്ങനെയെങ്കിലല്ല, ജീവൻ തിരിച്ചു കിട്ടി, അങ്ങനല്ല, നല്ല ജീവൻ, നല്ല തിരിച്ചു കിട്ടൽ അല്ലേ. കുട്ടികളില്ലാത്തവൻ എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഒരു കുട്ടിയെ തരണേന്നല്ല, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, നല്ല സന്താനത്തെ, സ്വാലിഹായ സന്താനത്തെ തരണം, മുടിയനായ പുത്രനെ അല്ല. സുബൈക്ക് നമ്മളെ കൂടെ പോകുന്ന, 5 നേരം നിസ്കരിക്കുന്ന, അങ്ങനെ. അപ്പൊ നമ്മൾ ഇന്നലെ രാത്രി എന്താ പറഞ്ഞത്? മരിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ. അപ്പൊ അൽഹംദുലില്ലാ ഇന്ന് രാവിലെ ജീവിച്ചു അല്ലെ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ, ഞങ്ങളെ മരിപ്പിച്ച ശേഷം ഞങ്ങളെ ജീവിപ്പിച്ച അല്ലാഹുവിന് സ്തുതി. എന്നെ മരിപ്പിച്ച ശേഷം ജീവിപ്പിച്ചു. അപ്പോ മരിച്ചിരുന്നു രാത്രി കിടന്നപ്പോ. ഇതൊക്കെ എന്താണോ മരണം? നമ്മളെ ഹൃദയം മിടിക്കുന്നുണ്ട്, ചോരയോടുന്നുണ്ട്, കഴിച്ച ഭക്ഷണം വിയർപ്പായി, കണ്ണുനീരായി, ഇന്ദ്രിയത്തുള്ളിയായി, ചോരയായി, ജലമായി, വിയർപ്പായി, അങ്ങനെ എല്ലായി, മാംസമായി, ഊർജമായി, കലോറിയായി, പിന്നെ വേസ്റ്റായി, അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ ഫാക്ടറി, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ 12 അവയവങ്ങളുടെ ഫാക്ടറി നിരന്തരം പ്രവർത്തിക്കുകയായിരുന്നു. റബ്ബേ നിനക്കാണ് സ്തുതി. അതാ മൂത്രം പോകുന്നില്ലാത്തവർ, മലം പോകുന്നില്ലാത്തവർ, എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നവർ, ശ്വാസ തടസ്സം,
അതിനിടയിൽ അതൊന്നുമില്ലാതെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നന്ദി എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അപ്പോ നമ്മൾ ഓർമ്മിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ നോക്കിയേ, ആ വലത്തെ അക്ഷരം പച്ച അക്കം ഇല്ലേ, കാണുന്നില്ലേ? ഉണ്ട്. മുഹറം. ഒരു വർഷം കടന്നു പോവുകയാണ്. നഷ്ടമോ ലാഭമോ, നേട്ടമോ കോട്ടമോ, ഒരു വക്ത് നിസ്കാരം സമയം കഴിഞ്ഞിട്ടും നിർവഹിച്ചില്ലെങ്കിൽ തലവെട്ടണമെന്ന് ഇസ്ലാമിക ഗവൺമെന്റിനോട് ഫത്ഹുൽ മുഈനിലെ, ശാഫി മദ്ഹബിലെ ഫത്ഹുൽ മുഈനിലെ 5-ാമത്തെ പേജിൽ ആ ആണിനെ ആ പെണ്ണിനെ നമുക്ക് ആവശ്യമില്ല. ഇവിടെ ചില സ്ത്രീകളൊക്കെ മെൻസസ് കഴിഞ്ഞാലും രാവിലെ ആക്ക നിസ്കാരം എന്ന് വിചാരിക്കുന്നു. ആണോ? അല്ല. അപ്പോൾ ഒതുക്കുക, അപ്പ കുളിക്കുക, അപ്പോൾ ഒതുക്കുക, നിസ്കരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ കഴിഞ്ഞുപോയ ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ എങ്ങനെയായിരുന്നോ എന്ന് വിലയിരുത്തുന്നതിനോടൊപ്പം നാളെ മുതൽ എങ്ങനെയായാൽ പോരാ. 2-3 ദിവസം കൂടി ഉണ്ട് ഈ മാസം. എന്നാ പിന്നെ മുഹറം 1 മുതൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അൽഹംദുലില്ലാഹ് ആലോചിച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാ കുടുംബാദികളെയും അതിൽ കൂട്ടുക. ഈ സംസാരങ്ങളൊക്കെ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിസ്കാരത്തിന് എല്ലാരെയും കൂട്ടി ആണും പെണ്ണും ബാപ്പയും ഭാര്യയും ഭർത്താവും ആങ്ങളയും പെങ്ങളൊക്കെ പള്ളിയിൽ വരിക, ക്ലാസ് വെക്കുക. അൽഹംദുലില്ലാഹ്. അള്ളാഹുവേ അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അല്ലാഹുവേ അനുഗ്രഹിക്കുമാറാകണേ. മുഹറം മാസം എന്ന് പറയുമ്പോൾ കാരണവന്മാരൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷയം, ഉസ്താദുമാര് പറഞ്ഞ കാര്യമാണ് മുഹറം 10 കഴിയട്ടെ. നമ്മളെ മകൻ ഗൾഫിൽ നിന്ന് വന്നതാണ്, പാവം മുഹറം മാസത്തിലായിപ്പോയി, ദുൽഹിജ്ജ അവസാനത്തിലായിപ്പോയി. ഒരു കല്യാണം കഴിക്കണമെന്നു ആകെ ഒരു മാസേ ഉള്ളൂ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, പറ്റൂല, മുഹറം 1 മുതൽ 10 വരെ കല്യാണം ഒന്നും കഴിക്കാൻ പറ്റൂല, കട ഉദ്ഘാടനം അത് പറ്റൂല, നല്ല കാര്യങ്ങളൊന്നും പറ്റൂല. പിന്നെ ചീത്ത കാര്യങ്ങൾ നമുക്ക് ഏതായാലും ചെയ്യാനും പാടില്ലല്ലോ. ഇതാര് പഠിപ്പിച്ചു? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിച്ച കാര്യം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ റിക്കാർഡിൽ മാസങ്ങളുടെ എണ്ണം 11 ആണ്. മാസങ്ങളുടെ എണ്ണം 11. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, 12 ആണ്. മാസങ്ങളുടെ എണ്ണം 12 ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ എങ്ങനെ തന്നെയാണ്. അന്ന് മുതൽ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസം യുദ്ധം നിരോധിക്കപ്പെട്ട പവിത്രമായ പരിശുദ്ധമായ മാസങ്ങളാണ്. എന്താ അത്? നമ്മൾ വായിക്കുന്ന കാര്യമാണ്. അപ്പൊ തൗബ 36-ാമത്തെ ആയത്തിൽ അള്ളാഹു അരുളിയത് കൊല്ലം 12 മാസമാണ്, അതില് 4 മാസം പവിത്രമാണ് എന്നാണ്. ഏതാണ് ആ മാസം? ആ മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 3 മാസം എന്താ പവിത്രമാക്കിയത്? അന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിലേക്ക് പോയിട്ട് മടങ്ങി വരണം, അല്ലേ? അതെന്താ? ആകെ 6 ദിവസമല്ലേ വേണ്ടിയുള്ളൂ ഇപ്പോ, അല്ലേ? എന്നാണ് ഹജ്ജ്? ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13, 6 ദിവസം. 6 2 8 ദിവസം മതി പോയി വരാൻ, ഇല്ലേ? പിന്നെന്തിനാ അള്ളാഹു 3 മാസാക്കിയത്? അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ബഖറ 197-ാമത്തെ ആയത്തിൽ അള്ളാഹു അരുളി, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളാണ് 3 മാസം. 3 മാസം. അതെന്താ? ഈ കരണ്ടാണ് പോയി,
അപ്പോൾ ബാറ്ററിയിലെ കറണ്ടോടെ കഴിഞ്ഞ് പെട്രോളും ഡീസലോടെ നിന്ന്. അപ്പോൾ വണ്ടിയൊക്കെ അവിടെ നിന്നു, എല്ലാ വണ്ടിയും നിന്നു. കപ്പലോ അത് നിന്നു, വിമാനോ അത് നിന്നു. അപ്പം നമ്മളെ വലിയപ്പാർ ഉപയോഗിച്ച കാളവണ്ടി ഉണ്ടല്ലോ, റിക്ഷ, സൈക്കിൾ റിക്ഷ. അപ്പം അങ്ങനെ പോയി വെക്കാൻ നമ്മൾ മക്കത്തേക്ക് പോയി വരാൻ 3 മാസമാകും. ഖുർആൻ അപ്പം തന്നെ അപ്പോഴും വേണമല്ലോ ഖുർആൻ. ഇപ്പം മാത്രം പോരാ, നമുക്ക് ശാസ്ത്രത്തിന്റെ പിറകെ പോകാൻ പറ്റില്ല. ഏത് സമയത്തും ഇസ്ലാം മതം വേണം. ഈ കറണ്ട് ഉള്ളപ്പോഴും വേണം, കറണ്ട് ഇല്ലാത്തപ്പോഴും വേണം. അപ്പൊ നമ്മൾ മൂച്ചെടുക്കാൻ മാത്രമൊന്നുമില്ല, ഇതൊക്കെ അവസാനിക്കാൻ കുറച്ചു ദിവസം മതി. പിന്നെ അള്ളാഹു അവസാനത്തെ വാക്ക് പറഞ്ഞ സെക്കൻഡിൽ അവസാനിച്ചു. അള്ളാഹുവേ, കലിമ ചൊല്ലി മരിക്കാൻ ആ ഭയാനകമായ അന്ത്യനാളായാലും ശരി, അള്ളാഹുവേ ഞങ്ങളെ ആ അന്ത്യനാൾ ഞങ്ങളെ സമീപിക്കാതെ ഞങ്ങളെ മരിപ്പിക്കണേ, ആമീൻ. ഫിത്നയിൽ അകപ്പെടാതെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഹജ്ജ് 3 മാസം, അതിനു വേണ്ടി 3 മാസം ഒഴിച്ചിട്ടു. ലോകത്തെവിടെ നിന്നും ഹജ്ജിന് പോയിട്ട് മടങ്ങി വരുമ്പോ ആരും വാളൂരരുത്, യുദ്ധം പാടില്ല. എന്നിട്ട് ഈ മാസം, അടുത്ത മാസത്തിന്റെ പേരെന്താ? മുഹറം. അതിന്റെ അർത്ഥം എന്താ? ബഹുമാനപ്പെട്ടത്, പവിത്രമാക്കപ്പെട്ടത്. ഉസ്താദ് എന്താ പറഞ്ഞത്? മോശം, നഹ്സിന്റെ മാസമാണ്. അതെവിടുന്ന് വന്നോ? മുഹറം മാസം റസൂലുള്ള 62 കഴിഞ്ഞു പോയി. അവസാനത്തെ സഹാബി വഫാത്താകുന്നത് ഹിജറ 100-ാം വർഷമാണ്. 99 മുഹറമായി അദ്ദേഹത്തിന് കഴിഞ്ഞു പോയി. അവിടെയൊന്നും കണ്ടില്ല. ഹിജറ 61-ാമത്തെ വർഷം മുഹറം 10-ന് നമ്മുടെ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ഇഷ്ട പ്രിയങ്കര പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദീനദയനീയമായ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന യുദ്ധം, കർബല യുദ്ധം. ആ കർബല യുദ്ധം നടന്നത് ഹിജറ 61-ാമത്തെ വർഷം. റസൂലുള്ള വഫാത്തായിട്ട് 40 കൊല്ലം കഴിഞ്ഞു, 50 കൊല്ലം കഴിഞ്ഞിട്ട്, 50 കൊല്ലം കഴിഞ്ഞിട്ട്, അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. അപ്പം മുഹറം 10 ഷിയാക്കൾ നഹ്സാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആൾക്കാരും അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെയാണ് മുഹറം മാസം നഹ്സായി വന്നത്. പേരിനെതിരായത്, പേരിനെ പറഞ്ഞു. അള്ളാന്റെ റസൂല് പറയാണ്, അഫ്ളലു സ്വലാത്തി ബഅദ ബഅദൽ ഫരീലത്തി ഖിയാമുൽ ലൈൽ. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനപ്പെട്ട നിസ്കാരം, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി നിസ്കാരമാണ്. അതെപ്പോഴാ? തഹജ്ജുദ്, സുബൈന്റെ മുമ്പ്. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടാവും. അലാറൊക്കെ ഒന്ന് ശരിക്ക് വെക്കണം, അത് ഓഫാക്കാത്ത കോലത്തിൽ ആകണം. എല്ലാരെയും വിളിക്കാൻ ഏൽപ്പിക്കണം. ഒരു 3, 5, 7, 9, 11 റക്അത്ത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കുറച്ചു നേരം, കൂടുതൽ നേരം, എത്രയാണെങ്കിലും. അപ്പോ അഫ്ളലു സിയാമി ബഅദ റമളാന ഷഹ്റുല്ലാഹിൽ മുഹറം. മുസ്ലിമിലെ 1163-ാമത്തെ ഹദീസ്. അള്ളാന്റെ മാസമായ മുഹറം, അള്ളാന്റെ മാസം. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ ഒരു വ്യാഖ്യാനം വന്നു മക്കളെ? അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, എന്ത്? മുഹറം മാസം ബഹുമാനപ്പെട്ടതാണ്. റസൂൽ എല്ലാവരോടും പറയണം, നഹ്സ് എന്നൊന്നില്ല. സുബൈക്ക് നിസ്കരിച്ചാൽ ദോഷം നല്ലത് അല്ലേ? നിസ്കരിച്ചില്ലെങ്കിലോ? കള്ളു കുടിക്കുമ്പോൾ അത് വെള്ളാവുമോ? എന്റെ നീയത്ത് വെള്ളാന്നുള്ളതാണ്. സ്ത്രീധനം വാങ്ങുമ്പോൾ അത് സ്ത്രീധനല്ല, സഹായാണെന്ന് വിചാരിച്ചാൽ സ്ത്രീധനം ആകാതിരിക്കുവോ? ഇല്ല. കല്ലിയത്തലും ഒരേ മാതിരിയാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നല്ലത് ചെയ്താൽ നല്ലതാണ്, ചീത്ത ചെയ്താൽ ചീത്തയാണ്. അല്ലാതെ ദിവസം മോശം, ദിവസം നല്ലത് എന്നില്ല. ബാറക്കല്ലാഹു ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എൻ്റെ സമുദായത്തിന്, എല്ലാം നേരത്തെ ചെയ്യുന്ന എൻ്റെ സമുദായത്തിന് അള്ളാഹുവേ ബർക്കത്ത് നൽകണേ. അപ്പോൾ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് ജുമയക്കൊന്നെത്തണം എല്ലാവരും. ബാങ്ക് കൊടുക്കണതിന് മുമ്പ് എല്ലാവരും ഒന്ന് ജുമയക്കെത്തണം. ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മളെവിടെ അള്ളാഹു ഈ വാതിക്ക കാത്തുക്കാൻ വേണ്ടി ഏൽപ്പിച്ച മലക്കുകൾ അവരെ ഫയൽ മടക്കിയിട്ട്
അവർ പ്രസംഗം ശ്രദ്ധിക്കാനിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലേശം നേരത്തെ വരിക കഴിയുന്നത്. ചില സഹോദരങ്ങളൊക്കെ നിങ്ങളുടെ പള്ളിയിലേക്ക് കയറുമ്പോൾ ഞെരിയാണിക്ക് താഴെയുള്ള തുണിയൊന്ന് ലേശം പൊക്കി വെക്കുന്നുണ്ട്. നല്ലതാണ്, പക്ഷേ ഇത് പള്ളിയിൽ കയറുമ്പോഴുള്ള നിയമമല്ല, തുണി ഉടുക്കുമ്പോഴുള്ള നിയമമാണ്. ഒരു കാരണവശാലും ഞെരിയാണിക്ക് താഴെ പോകരുത്, റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. ശരി, അപ്പോൾ നമ്മുടെ ഏറ്റവും മഹനീയമായ മാസം അഫ്ളലു സിയാമി ബഅദ റമളാന, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനപ്പെട്ട നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനം 10, പിന്നെ 9, പിന്നെ 13, 14, 15 തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അതൊക്കെ. അപ്പോൾ നമുക്ക് ഉഷാറായിട്ട് മുഹറം മാസത്തെ സമീപിക്കണം. നമ്മുടെ കഴിഞ്ഞു പോയ വർഷത്തെ പോലെയല്ല ഈ വർഷം എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. എന്നിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ, പുതിയ ഒരു നല്ല വർഷമുണ്ടാകാൻ, പുതിയൊരു നല്ല ജീവിതമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നല്ല ഭരണാധികാരികളെ നമുക്ക് കിട്ടാൻ, നല്ല ഭർത്താക്കന്മാരെ സ്ത്രീകൾക്ക് കിട്ടാൻ, നല്ല ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കിട്ടാൻ, അങ്ങനെ എല്ലാ നിലക്കുമുള്ള നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതുവർഷത്തെ സ്വീകരിക്കാം. നമുക്ക് ന്യൂ ഇയർ ആഘോഷമില്ല, മറ്റെന്തെങ്കിലും പരിപാടികളൊന്നുമില്ല. പിന്നെയോ എല്ലാം പതിവ് പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അങ്ങനെ നമ്മുടെ ഈ പള്ളിയെ ജനങ്ങളെ കൊണ്ട് നിറച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംബന്ധിക്കുന്ന സുബഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശായും എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.